നമുക്ക് അനുഷ്ഠിപ്പാനായി തന്ന ഈ ആയുസ്സിനെ ഓർത്ത്, സമയത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇന്ന് ലോകം എമ്പാടും ക്രൈസ്തവ സമൂഹം മുഴുവനും ഒരു പെരുന്നാൾ ദിവസമായിട്ടാണ് ഈ ഞായറാഴ്ചയെ കാണുന്നത്. ഉശാന ഞായറാഴ്ച എന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിലും ഇത് ഉശാന പെരുന്നാൾ ദിവസമായിട്ടാണ് സഭ ഇതിന് സ്ഥാനം നൽകിയിട്ടുള്ളത്. നമ്മുടെ കർത്താവിന്റെ രക്ഷണീയ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ശുശ്രൂഷയാണ് ഇന്ന് നടക്കുന്നത്. എല്ലാ ദേവാലയങ്ങളിലും വിശ്വാസികൾ ഒരുമിച്ച് കൂടുകയും വിശുദ്ധ ആരാധനയുടെ മധ്യത്തിൽ ഓശാന ശുശ്രൂഷ നിർവഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എളിമയുടെ പ്രതീകമായ വിനയത്തിന്റെ നാഥനായ യേശുവിനെ വീണ്ടും നമ്മുടെ നെഞ്ചിലേറ്റുവാൻ, ചങ്കിലേറ്റുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഭാഗ്യം നൽകുകയാണ്. ഈ വചന ശുശ്രൂഷ അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും ചെയ്യുന്നതുപോലെ നാം കുരുത്തോലകൾ പിടിച്ച് പൂക്കൾ വിതറി വിശുദ്ധ കുർബാന പര്യവസാനിക്കുന്നതിന് മുമ്പായി ഈ ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുക പതിവുണ്ട്. അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കായി നാം ഒരുങ്ങി ഇരിക്കുകയാണ്. ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായിരിക്കാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഉശാന പെരുന്നാളിനെ കുറിച്ചുള്ളതായ വിശദാംശങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലെ 4 സുവിശേഷങ്ങളിലും ഒരുപോലെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. 4 സുവിശേഷങ്ങളിലും ഒരുപക്ഷെ അല്പം ചില വ്യത്യാസങ്ങൾ വരുത്തിയാണ് അത് എഴുതി ചേർത്തിട്ടുള്ളതെങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഈ സുവിശേഷം നമ്മെ കൂടുതലായിട്ട് ബലപ്പെടുത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ വിശുദ്ധ വലിയ നോമ്പിന്റെ സമാപനത്തിന് മുമ്പായി നമ്മുടെ കർത്താവിന്റെ ഈ ഉശാന ശുശ്രൂഷ, യെരൂശലേമിലേക്കുള്ളതായ അവിടുത്തെ എഴുന്നള്ളത്ത ശുശ്രൂഷ, അത് അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ധന്യതയുടെ അനുഭവമാണ് സംഭാവന ചെയ്യുന്നത്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന അവസരത്തിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം ഒരു എഴുന്നള്ളത്ത് നടത്തുവാനുള്ളതായ കാരണത്തെക്കുറിച്ച് അവിടെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, യേശു തമ്പുരാന്റെ പരശുശ്രൂഷ കാലത്തിൽ, ആ കാലഘട്ടത്തിൽ അവിടെ ചെയ്തതായ ഓരോ അത്ഭുത പ്രവർത്തനങ്ങളെ കുറിച്ച്, അവിടുന്ന് പദാർത്ഥങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വരുത്തി ജീവനുള്ളതായ മനുഷ്യനെ അവന് സൗഖ്യം നൽകി, അവനെ രൂപാന്തരം വരുത്തി, അവനെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് കാഴ്ച നൽകിയെങ്കിൽ മരിച്ചുപോയ തന്റെ സ്നേഹിതനായിരിക്കുന്ന ലാസറിനെ ഉയർപ്പിച്ചതായിട്ട് അവൻ ലോകത്തിന് കാണിച്ച് കൊടുക്കുകയാണ്. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ യേശുവിന് സാധിക്കും എന്ന് അവൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ബഥാനിയിൽ ലാസർ പാർത്തിരുന്നതായ ഭവനത്തിൽ യേശു തമ്പുരാൻ ചെല്ലുകയും മരിച്ച് 3 ദിവസം കഴിഞ്ഞ് ചീഞ്ഞഴുകിയതായ ലാസറിനെ ഖബറിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച്
അവൻ ജീവൻ നൽകി കഴിഞ്ഞപ്പോൾ ലോകം മുഴുവനും അവന്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഈ അവസരത്തിൽ യേശുതമ്പുരാന്റെ ക്രൂശാരോഹണത്തെ കുറിച്ച് അറിയാമായിരുന്ന താൻ ഇനിയെങ്കിലും ഈ യഹൂദ ജനത്തിന് മുമ്പിൽ താൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ളതായ അവിടുത്തെ അഭിവാഞ്ച ഈ ശുശ്രൂഷയിലൂടെ, ഈ ഊശാന പെരുന്നാളിലൂടെ അവിടുന്ന് നിറവേറ്റുകയായിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ യഹൂദിയിൽ രാജാക്കന്മാർ രാജവാഴ്ച ആരംഭിക്കുന്നതിന് മുമ്പോ ശത്രു രാജാക്കന്മാരെ ജയിച്ച് വിജയശ്രീലാളിതരായി അവർ യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പോ ഒരു മലയുടെ താഴ്വരയിലൂടെ അവർ യെരൂശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുക പതിവായിരുന്നു. യേശുതമ്പുരാനും ആഗ്രഹിച്ചു തന്റെ മരണത്തിന് മുമ്പായിട്ട് താൻ ആരാണെന്ന്, യേശുവിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നതായ ജനത്തിന്റെയും പ്രത്യേക പരീശന്മാരുടെയും സാധുക്കളുടെ മുമ്പിൽ ആരാണെന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു രാജാവിനെ പോലെ യെരൂശലേമിലേക്ക് അവൻ എഴുന്നള്ളുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: യേശു യെരൂശലേമിനെ സമീപിച്ച് ഒരു മലയ്ക്ക് സമീപമുള്ള ബെത്ഫഗയിൽ എത്തിയപ്പോൾ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞയച്ചു: നിങ്ങൾക്ക് നേരെയുള്ള ആ ഗ്രാമത്തിലേക്ക് ചെല്ലുവീൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവീൻ. നിങ്ങളോട് ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇവയെ ആവശ്യമുണ്ട് എന്ന് പറയണം. ഉടനെ അവൻ അവയെ ഇവിടേക്ക് വിട്ടയക്കും. യേശു തന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ ശിമോനെയും പ്രായം കുറഞ്ഞതായ യോഹന്നാനെയും രണ്ടുപേരെയും അവൻ പറഞ്ഞയക്കുകയാണ്. ബഥാനിയിൽ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം വലിയ ജനസമൂഹത്തിന്റെ മധ്യയെ കടന്നു വരുന്നവനായ യേശുതമ്പുരാന് തന്നോട് ഒരം ചേർന്ന് നിൽക്കുന്ന തന്റെ ശിഷ്യന്മാരോട് രഹസ്യമായിട്ട് അവിടുന്ന് പറയുന്നു: നിങ്ങൾ ഈ ഗ്രാമത്തിനെതിരെയുള്ള പട്ടണത്തിലേക്ക് നിങ്ങൾ ചെല്ലണം. അവിടെ 12 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ പത്രോസിനെയും പ്രായം കുറഞ്ഞ യോഹന്നാനെയും പറഞ്ഞയക്കുമ്പോൾ ആ ശിഷ്യഗണത്തെ മുഴുവനായിട്ടും റെപ്രസെന്റ് ചെയ്യുകയായിരുന്നു. രണ്ടുപേരെയും പറഞ്ഞയച്ച് കഴുതയെ അയച്ചു കൊണ്ടുവരുവാനായിട്ട് അവരോട് നിർദ്ദേശിക്കുകയാണ്. രണ്ടുപേരും പോയി കഴുതയെ അഴിച്ചുകൊണ്ട് യേശുതമ്പുരാന്റെ അടുക്കിലേക്ക് വന്നു. യേശുതമ്പുരാൻ ആ കഴുതയുടെ പുറത്ത് കയറി ഇരുന്ന് യെരൂശലേമിലേക്ക് പോകുകയാണ്. ഈ സമയത്ത് ജനമെല്ലാം ഹോസന്ന എന്നുള്ളതായ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് യേശുവിനോടുള്ളതായ തങ്ങളുടെ വലിയ സന്തോഷവും ആഭിമുഖ്യവും അറിയിക്കുകയാണ്. ഹോസന്ന എന്ന വാക്കിന്റെ അർത്ഥം ദൈവമേ രക്ഷിക്കണമേ എന്നുള്ളതാണ്. 118 സങ്കീർത്തനം 25 വാക്യം വായിക്കുമ്പോൾ ദൈവമേ രക്ഷിക്കണമേ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് അവിടെ ദാവീദിന്റെ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതുവാനുള്ളതായ കാരണം യഹൂദന്മാരുടെ പെരുന്നാളിൽ പ്രധാന പെരുന്നാളായ ചുടാന പെരുന്നാളിന്റെ ദിവസം യഹൂദന്മാരെല്ലാവരും യെരൂശലേമിലേക്ക് ദേവാലയത്തിലേക്ക് വരികയും ബലിപീഠത്തിന് ചുറ്റും പുരോഹിതന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് കൂടാന പെരുന്നാളിന്റെ 7 ദിവസങ്ങൾ, ശുദ്ധീകരണത്തിൻ്റെതായ ദിവസങ്ങൾ അവർ ചുറ്റും നടന്നുകൊണ്ട് ദൈവമേ രക്ഷിക്കണമേ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് അവർ ആർത്ത് വിളിക്കാറുണ്ടായിരുന്നു. കഴുതയെ കൊണ്ടുവന്ന യേശുതമ്പുരാൻ ജനങ്ങൾ അതിന്റെ പുറത്ത് തുണികൾ വിരിച്ച് യേശുതമ്പുരാൻ കയറി യാത്ര തുടങ്ങിയപ്പോൾ ജനമെല്ലാം ആർത്ത് വിളിച്ചു: ദൈവമേ രക്ഷിക്കണമേ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ജനങ്ങൾ യേശുതമ്പുരാനെ അവിടെ ആർത്ത് വിളിച്ചുകൊണ്ട്
നാം ഹോശന്നയായിട്ട് കാണുന്നത്. ഈ ഒരു സംഭവത്തിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, യേശു തമ്പുരാന് തന്റെ ശിഷ്യന്മാരെ മാത്രമാണ് കഴുതയെ അഴിച്ചു കൊണ്ടുവരുവാനായിട്ട് അയക്കുന്നത്. പത്രോസിനെയും യോഹന്നാനെയും അവരയക്കുന്നത് എവിടെയാണ്? എതിരെയുള്ള ഗ്രാമത്തിലേക്കാണ് ഈ ശിഷ്യന്മാരെ പറഞ്ഞ് അയക്കുന്നത്. വീണ്ടും കാണുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോൾ ഒരു പെൺ കഴുതയെയും അതിന്റെ കഴുതയുടെ കുട്ടിയെയും നിങ്ങൾ കാണും. വേദപുസ്തകത്തിൽ ഇംഗ്ലീഷിൽ വെർഷൻ ഇപ്രകാരം കൊടുത്തിരിക്കുന്നു: A donkey child and a colt with her. ഒരു പെൺകഴുതയും അതിന്റെ കുഞ്ഞും ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾ കാണും. യേശു കൊടുത്ത അടയാളം ഇതായിരുന്നു. ഒരു അടയാളത്തിന് വേണ്ടിയാണ് യേശു ഇത് പറഞ്ഞത്. കഴുതയോട് ചേർന്ന് ഒരു കഴുത കുട്ടിയെയും കാണും എന്ന്. ഏതെങ്കിലും കഴുതകളെ അഴിച്ചുകൊണ്ട് വന്നാൽ കയറാനുള്ളതല്ല യേശു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. യേശു ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് കെട്ടിയിട്ടതായ ഒരു കഴുതയെയാണ്. ഇവിടെ പറയുന്നു A donkey child. ഒരു കഴുതയെ നിങ്ങൾ കാണും, അതിനെ ബന്ധിച്ചിരിക്കുന്നതാണ്. ബന്ധിച്ചിരിക്കുന്ന കഴുതയെ മാത്രമേ കർത്താവിന് ആവശ്യമുള്ളൂ. യഹൂദിയിലെ രാജാക്കന്മാർ യെരുശലേമിലേക്ക് പോകുവാനായിട്ട് തുടങ്ങുമ്പോൾ കുതിരയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ താഴ്മയുടെ പ്രതീകമായ കഴുതയാണ് യേശു തമ്പുരാൻ യെരുശലേമിലേക്ക് പോകുവാനായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ യേശു കാണുന്നത് തന്റെ ട്രയംഫൽ എൻട്രിയിൽ വിജയശ്രീയിൽ ആടുന്നതിനായി യെരുശലേമിലേക്ക് പോകുമ്പോൾ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു മൃഗത്തെയാണ് താൻ വാഹനമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ പ്രത്യേകത, ആ അവഗണിക്കപ്പെട്ട ആ മൃഗം കെട്ടിയിട്ടിരിക്കുന്ന ഒരു മൃഗമായിരിക്കണം. ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചും ഈ ഓശാന പെരുന്നാളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ബന്ധിച്ചിരിക്കുന്ന ഓരോ കഴുതകളായിരിക്കണം നാം ഓരോരുത്തരും. വിശ്വാസവുമായിട്ട് ബന്ധിക്കപ്പെട്ട ജീവിതം നയിക്കുന്നവരെ മാത്രമേ യേശു തമ്പുരാൻ ഉപയോഗിക്കുകയുള്ളൂ. സഭയുമായിട്ടുള്ളതായ ബന്ധം നമുക്കുണ്ടാകണം. ദൈവത്തോടുള്ളതായ ആത്മാർത്ഥമായ വിശ്വാസം നമുക്കുണ്ടാകണം. സഭയുടെ ആരാധനയോടും പ്രാർത്ഥനയോടും ഉള്ളതായ ഒരു ആഭിമുഖ്യം നമുക്കുണ്ടാകണം. അങ്ങനെ ബന്ധിക്കപ്പെട്ടവരെ മാത്രമേ യേശു തമ്പുരാൻ വാഹനമായിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ. A donkey child and a colt with her. ഇവിടെ പറയുന്നത് ഒരു കഴുതയും അതിന്റെ കുട്ടിയോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണും. രണ്ടാമതായിട്ട് യേശു ആഗ്രഹിക്കുന്നത് ഫലമില്ലാത്ത കഴുതയെ യേശുവിന് ആവശ്യമില്ല. ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ യേശുവിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ അത്തിയെ നോക്കിയപ്പോൾ അത് ഫലമില്ലാത്തതായി കണ്ട അവസരത്തിൽ അവിടുന്ന് ഫലം കായ്ക്കുവാൻ അവസരം കൊടുത്തെങ്കിലും മറ്റൊരവസരം താൻ കടന്നു വരുമ്പോൾ ഫലം കാണാൻ അതിനെ ശപിക്കുന്നതായിട്ട് വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഫലം കായ്ക്കാത്ത ഒരു വ്യക്തിയെയും ഒരു വിശ്വാസി എന്ന് പറയുന്ന ഒരാളിനെയും ദൈവത്തിന് ആവശ്യമില്ല, കർത്താവിന് ആവശ്യമില്ല. ആത്മാവിന്റെ ഫലം കായ്ക്കുന്നതായ ദൈവ പൈതലിനെ മാത്രമേ കർത്താവിന് ആവശ്യമുള്ളൂ. ഈ ഓശാന പെരുന്നാളിൽ ഓർത്തോടുക. ദൈവവിശ്വാസത്തോടും സഭയുടെ ആരാധനയോടും സഭയുടെ പ്രാർത്ഥനയോടും സഭയുടെ അനുഷ്ഠാനങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്ന കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസിയാണ് ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമതായിട്ട് ഫലം കായ്ക്കുന്ന വൃക്ഷത്തെയും ഫലം കായ്ക്കുന്ന മൃഗത്തെയും ഫലം കായ്ക്കുന്ന മനുഷ്യരെയും മാത്രമേ ദൈവത്തിന് ആവശ്യമുള്ളൂ. മൂന്നാമതായിട്ട് ഇവിടെ പറയുകയാണ്, ആ മൃഗം, ആ കഴുത ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത കഴുതയായിരിക്കണം. ആ കഴുതയുടെ പ്രത്യേകത അതാണ്. ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത. അതാണ് യേശുവിന് ആവശ്യം. നിർമ്മലമായ ജീവിതമുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. ദൈവത്തിന്റെ വഴിയെ വിട്ട് മറ്റു വഴികളിലേക്ക് പോകുന്ന ആരെയും ദൈവത്തിന് ആവശ്യമില്ല. ഒരു മൃഗത്തെ പോലും ദൈവത്തിന് ആവശ്യമില്ലെങ്കിൽ വിവേകബുദ്ധിയുള്ളതായ മനുഷ്യനെ അവൻ വഴിവിട്ട് പോകുന്നുവെങ്കിൽ ഒരിക്കലും ദൈവം അവനെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പറയുകയാണ്, that has never be ridden
ഒരിക്കലും അതിന്റെ പുറത്ത് ആരും കയറി ഇതുവരെയും സഞ്ചരിച്ചിട്ടില്ല. നമുക്കറിയാം, കഴുതയെ ഉപയോഗിക്കുന്നത് ആളുകൾക്ക് കയറി പോകുവാനും ഭാരം കയറ്റി പോകുവാനുമായിട്ട് ആണ് എങ്കിൽ ഈ കഴുതയെ ഭാരം കയറ്റിയോ ആളുകൾ കയറിപ്പോയി ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല. കർത്താവിനാൽ അനുഗ്രഹീതരെ, ഈ ഓശാന ദിവസം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്. ദൈവത്തിന്റെ വഴിയെ വിട്ടുപോകുന്ന മറ്റ് ആരുടെയെങ്കിലും ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ള മറ്റ് ഏതെങ്കിലും സഭാവിശ്വാസത്തിലേക്കോ മറ്റ് ഏതെങ്കിലും കർമ്മങ്ങളിലേക്കോ പോയിട്ടുള്ള ആരെയും ദൈവത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ, കുടുംബ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ ആരും കയറിയിട്ടില്ലാത്തതും കർത്താവ് മാത്രം കയറുന്നതുമായ ദൈവ പൈതലിനെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. ഓർത്തുകൊള്ളുക. വീണ്ടും ഇവിടെ പറയുകയാണ്, The Lord needs them. പറയുന്നു, ഈ കഴുതയെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇവിടെ പറയുന്നു The Lord needs them. ഈ കഴുതയാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് പ്രത്യേകത, ഒന്നാമതായിട്ട് കെട്ടിയിരിക്കുന്നതായ കഴുത, രണ്ടാമതായിട്ട് ഒരു കുഞ്ഞുള്ളതായ ഫലം കായ്ക്കുന്നതായ കഴുത, മൂന്നാമതായിട്ട് ഇതുവരെ ആരും കയറിയിട്ടില്ലാത്തതായ കഴുത. ഇങ്ങനെയുള്ള കഴുതകളെയാണ് ദൈവം തമ്പുരാൻ ആവശ്യപ്പെടുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് മാത്രമായി സമർപ്പിക്കപ്പെട്ടവരായി ജീവിച്ചെങ്കിൽ മാത്രമേ പൊന്നു തമ്പുരാൻ നമ്മോട് ഒപ്പം സഞ്ചരിക്കുകയുള്ളൂ. അവന് യാത്ര ചെയ്യുവാനായിട്ട് അവൻ നമ്മെ ഉപയോഗിക്കുകയുള്ളൂ. ഇവിടെ നാം കാണുന്നുണ്ട്, കഴുതപ്പുറത്ത് കയറി പോകുന്നതായ